ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ മച്ച് എവേറ്റഡ് ഓൾ വേൾഡ് ഒറ്റാകെ കാത്തിരുന്ന ക്രിസ്റ്റഫർ നോളൻസിന്റെ മൂവി ദ ഒഡിസി. ഈ പടത്തിന്റെ ഹൈപ്പ് എത്രത്തോളം ഡീപ്പായിരുന്നു എന്ന് അഡ്വാൻസ് ബുക്കിങ്ങിൽ നിന്ന് നമുക്കറിയാം. 2 മാസം മുമ്പ് തന്നെ ഈ സിനിമയുടെ ടിക്കറ്റ് ഫുള്ളി സോൾഡ് ഔട്ട് ആയിരുന്നു. അത്രയ്ക്കും ക്രേസ് ആയിരുന്നു ഈ സിനിമയുടെ. അതിന്റെ ഒറ്റൊരു കാരണം ഈ സിനിമയുടെ ഡയറക്ടർ, റൈറ്റർ ക്രിസ്റ്റഫർ നോളൻസ്. മൂവി കണ്ടു. ക്രിസ്റ്റഫർ നോളൻസിന്റെ ഇതൊരു ഏറ്റവും സിമ്പിൾ ബട്ട് പവർഫുൾ വേയിൽ മൂവി എടുത്ത മാതിരി എനിക്ക് തോന്നിയത്. ഇപ്രാവശ്യം ക്രിസ്റ്റഫർ നോളൻസ് ഹോമേഴ്സ് ഒഡീസി എന്ന ബുക്കുമേൽ ബേസ്ഡ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതും വളരെ സിമ്പിൾ, ഒരു സിമ്പിൾ വേയിലാണ് സിനിമയുടെ നറേഷൻ. ഐ തിങ്ക് ക്രിസ്റ്റഫർ നോളൻസിന്റെ മൂവിയെ ഓഡിയൻസിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അത് 2-3 വട്ടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ കംപ്ലൈന്റ് ക്രിസ്റ്റഫർ നോളൻസ് ഈ സിനിമയിലൂടെ ഫിനിഷാക്കി. അത് അത്രയ്ക്ക് സിമ്പിളും പക്ഷേ അത്രയ്ക്ക് ഇമ്പാക്റ്റ് തരുന്ന മേക്കിംഗ് ആണ്. കാരണം ഈ സിനിമയുടെ സിമ്പിൾ കഥയും വളരെ റിലേറ്റബിൾ ആവുന്ന സ്റ്റോറി കാരണമാണ്. ഹോമേഴ്സ് ഒഡീസി എന്ന പുസ്തകം കുറെ പേര് വായിച്ചിട്ടുണ്ടാവും. അത് കാരണം കുറെ പേർക്ക് ഈ സിനിമയുടെ ഐഡിയ കുറേയൊക്കെ ഉണ്ടാവും. ക്രിസ്റ്റഫർ നോളൻസിലുള്ള ഏറ്റവും ഇമ്പാക്റ്റ് തരുന്ന ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് അത് വളരെ സിമ്പിളായിട്ട് ഒരു വ്യക്തി തൻ്റെ ഫാമിലിയെ പിന്നിൽ വെച്ച് മറനാട്ടിലും യുദ്ധത്തിലൊക്കെ പോയി സമ്പാദിച്ചതിന് ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലോട്ടും വരാൻ പോകുന്ന ഇടയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ട്രോമയും ഇതാണ് ഈ സിനിമയിൽ ക്രിസ്റ്റഫർ നോളൻസ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സിനിമയുടെ ഹൈലൈറ്റ് അടുത്തായിട്ടുള്ള സിനിമകളുടെ പോലെ വലിയ VFXും CGI അതല്ല. ഈ സിനിമയിൽ ക്രിസ്റ്റഫർ നോളൻസ് ലൊക്കേഷനും ആ ലൊക്കേഷന് വേണ്ടിയുള്ള ക്യാമറ ആംഗിൾസും ആ സീനിന് ഇമ്പാക്റ്റ് തരുന്ന രീതിയിലുള്ള ക്യാമറ വർക്കും സൗണ്ട് മിക്സിങ്ങും ലൈറ്റിങ്സ്, അതാണ് ഈ സിനിമയുടെ വെറൈറ്റി. അതിന്റെ കൂടെ ഈ സിനിമയുടെ ഹൈലി ടാലന്റഡ് ആക്ടേഴ്സോടെ പെർഫോമൻസ്, അവരുടെ ഡയലോഗ് ഡെലിവറീസ്, പവർഫുൾ ഡയലോഗ്സ്, സൂപ്പർ വിഷ്വൽ ക്യാമറ വർക്കും അതിന്റെ കൂടെയുള്ള ഹൈലി മിക്സ്ഡ് സൗണ്ടും ഇതെല്ലാം ചേർന്ന് ഒരുക്കിയ ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ. നിങ്ങൾക്ക് ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന മൂവികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മൂവിയും നിങ്ങളെ അവരുടെ ഒരു ലോകത്തിലോട്ട് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ ആ മനുഷ്യൻ സഫർ ചെയ്യുന്ന ഫീലിങ്സിനെ ഫീൽ ചെയ്തിട്ടായിരിക്കും ഈ സിനിമ എൻജോയ് ചെയ്യുക. എനിക്ക് പറഞ്ഞ ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. കാരണം ഈ സിനിമയുടെ പവർ എന്ന് പറഞ്ഞാൽ ക്യാമറ വർക്ക്, സൗണ്ട് എഫക്റ്റ്, അതും വിത്ത് ഗ്രേറ്റ് പെർഫോമൻസ്, സൗണ്ട് മിക്സിങ്ങും. സോ നിങ്ങൾ ഇത് തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മെയിൻ ക്യാരക്ടർ ഒഡീസിയിൽ അവതരിപ്പിച്ച മാറ്റ് ഡെമൻ, ടോം ഹോളണ്ട്, ആന ഹാത്വേ, റോബർട്ട് പാറ്റിസൺ, എക്സ്ട്രാ ഓർഡിനറി ആക്ട്. അതിൽ ഹൈലി ഇമ്പാക്റ്റ് കൊടുക്കുന്നത് മാറ്റ് ഡെമൻ, പിന്നെ ആന ഹാത്വേ. ആന ഹാത്വേയുടെ തൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു ട്രോജൻ വാറിൽ പാർട്ടൻസ്, ഒഡീസി ഇവരെല്ലാം കൂടി യുദ്ധത്തിൽ പോയതിനു ശേഷം, വിജയിച്ച ശേഷം ഒഡീസി എങ്ങനെയാണ് സ്വന്തം ആൾക്കാരെ സേഫ് ആയിട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചു വരുന്ന ഇടയിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങളും അത് വളരെ മനോഹരമായിട്ടാണ് ക്രിസ്റ്റഫർ നോളൻസ് തൻ്റെ ക്യാമറ വർക്കിലൂടെ സൗണ്ട് മിക്സിങ്ങിലൂടെയും അവതരിച്ചിട്ടുള്ളത്. മ്യൂസിക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലുഡ്വിഗ്, സിനിമാറ്റോഗ്രാഫി പൈറ്റെ, എഡിറ്റർ ജെനിഫർ. ഓൾ ഇൻ ഓൾ ഒരു വിഷ്വൽ ട്രീറ്റ് തരുന്ന സിനിമയാണ് വിത്ത് ഡീപ് മീനിങ് ഫുൾ മെസ്സേജസ്. നിങ്ങൾ ഇൻസെപ്ഷൻ, ഓപ്പർഹൈമർ, ഇന്റർസ്റ്റെല്ലാർ പോലെ പടമാന്ന് പറഞ്ഞ് മൈൻഡിൽ പോകരുത്. ഇതൊരു ക്ലീൻ, നീറ്റ്, സിമ്പിൾ സ്റ്റോറി ഇൻ എ വെൽ മെയ്ഡ് മാനറിലാണ് ഈ പ്രാവശ്യം ക്രിസ്റ്റഫർ നോളൻസ് നമ്മളുടെ മുന്നിൽ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്റ്റഫർ നോളൻസിന്റെ ആ സൗണ്ട് എഫക്ട്, സിനിമാറ്റോഗ്രാഫി, ക്യാമറ വർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സിനിമയിലൂടെ എങ്കിരിക്കെ ഓർത്തു പോവും. ഫൈനലി ഇതൊരു വെൽ മെയ്ഡ്, ഹൈലി ഇമോഷണൽ, ഡയലോഗ് മേൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഫാമിലി ഓറിയന്റഡ്, എല്ലാവർക്കും ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഈ സിനിമ ഡിസർവിങ് 4 out of 5. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.